അഹങ്കാരവും ചതിയും അരുത്. അതിനൊക്കെ താൽക്കാലികമായ വിജയം കിട്ടിയാലും ആത്യന്തികമായി അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. കഴിവ് കുറവോ മിടുക്ക് കുറവോ ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പറയുന്ന ദുഷിച്ച ശീലങ്ങളൊന്നുമില്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കടുത്ത അപമാനങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും നമുക്ക് ഒരു പരുവത്തിന് മുന്നോട്ട് സഞ്ചരിക്കാനാവും. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇലക്ഷൻ റിസൾട്ട് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഇത്തരമൊരു ഗുണപാഠം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഫലം നമ്മുടെ പ്രധാനമന്ത്രിക്കും സ്മൃതി ഇറാനിക്കും BRS നേതാവ് ചന്ദ്രശേഖര റാവുവിനും പിന്നെ ജഗൻ എന്ന ആന്ധ്രാപ്രദേശിലെ യുവ നേതാവിനുമൊക്കെ സംഭവിച്ചത് ഇത്തരം ചില വിവേക ചിന്തകളുടെ അഭാവമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭൂമിയിലെ ജീവിതം തന്നെ ദാനമാണ്. നമ്മളെപ്പോലൊരാൾ ഭൂമിയിൽ ജനിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയാത്ത ലോകത്തേക്ക് നമ്മളെ ജനിപ്പിക്കുന്നു. പിന്നീട് ജീവിതത്തിൻ്റെ പല പരീക്ഷണങ്ങളിലൂടെയും വിജയങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും ഒക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കാലയളവിനിടയിൽ ചിലപ്പോൾ ചില സ്ഥാനങ്ങൾ കുറച്ച് സമയത്തേക്കോ ചിലപ്പോൾ അല്പം ദൈർഘ്യമായോ ഒക്കെ തന്നേക്കും. എന്നാൽ അതെല്ലാം എടുത്ത് പിന്നീടൊരു യാത്രയുണ്ട്. ആ യാത്ര മരണത്തെക്കുറിച്ച് മാത്രം ഓർമ്മിപ്പിക്കാനല്ല, അതിനു മുമ്പുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ എപ്പോഴും ചിന്തിക്കാൻ കൂടിയാവണം അധികാരമില്ലാതാകുന്ന ആ കാലത്തേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങളുടെ ചിന്ത. പക്ഷേ പലർക്കും അതില്ല എന്നതാണ് സത്യം. ഓർത്തു നോക്കൂ, ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് രാഹുലിനെ പരാമർശിക്കുമ്പോൾ ഏത് രാഹുൽ, എന്ത് രാഹുൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ. രാഹുലിനെ അറിയാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരു പരസ്യ സംവാദത്തിന് മുൻ സുപ്രീം കോടതി ജഡ്ജിമാർ ചർച്ചയ്ക്കായി രണ്ട് പക്ഷത്തെയും നേതാക്കളെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി സമ്മതം അറിയിച്ചപ്പോൾ BJP പാളയത്തിൽ നിന്ന് കേട്ടത്, അവനാര് നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ, എന്ത് യോഗ്യതയാണുള്ളത്, ഞങ്ങളുടെ UPയിലെ ഏതെങ്കിലും ഒരു ശാഖാപ്രമുഖിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ഡലം പ്രസിഡൻറ്റിനെയോ ഒക്കെ വിടാമെന്നാണ്. എന്ന് വെച്ചാൽ അത്രയും പോലും നിലവാരത്തിൽ ഒരു എതിരാളിയെ പരിഗണിക്കാനാവുന്നില്ല. സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് ജയിച്ചു. അമേഠിയിൽ നിന്ന് ജയിച്ചപ്പോൾ ഒരു സ്ഥാനത്ത് നിന്ന് ജയിച്ചു, പരാജയപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഇലക്ഷൻ പ്രചാരവേളയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കാം. എന്നാൽ പിന്നീട് 5 വർഷവും പാർലമെൻറ്റിൽ അത് പറഞ്ഞ് അപമാനിക്കുകയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അപമാനിക്കുകയും വീണ്ടും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പേടിച്ചോടിയെന്ന് വല്ലാതെ ബഹളം വെക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്തായി ഫലം? അദ്ദേഹത്തിൻ്റെ PA എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരാൾ വളരെ ഭീകരമായ ഭൂരിപക്ഷത്തിന്, ഭീകരമെന്ന് പറയാൻ കാരണം തൊട്ടടുത്ത മണ്ഡലമായ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് കിഷോരിലാൽ ശർമ്മ ജയിക്കുന്നത്. ഇനി എന്തു പറയും? ഇനി ആര് പേടിച്ചോടി എന്ന് പറയും? എനിക്ക് പറ്റിയ എതിരാളി അല്ലെന്ന് പറയുമോ? ഓർത്തു നോക്കൂ. പിന്നെ മറ്റൊരാൾ അഹങ്കാരത്തിൽ തിളച്ചു മറിഞ്ഞതാണ് ജഗൻ എന്ന് പറയുന്ന ആന്ധ്രയുടെ നേതാവ്. വളരെ ചെറിയ പ്രായത്തിലെ അച്ഛൻ്റെ തഴമ്പേറ്റി അധികാരത്തിലേക്ക് വന്ന ശേഷം അഹങ്കാരത്തിൻ്റെ എല്ലാ രീതികളും ശൈലികളും അദ്ദേഹം കാണിച്ചുകൊണ്ടേയിരുന്നു. കെട്ടിടവും ഓഫീസും ഒക്കെ ഇടിച്ച് തകർത്ത് പണിഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ഖജനാവിൻ്റെ നഷ്ടം വരുത്തിയത് കൂടാതെ ആരെയും കേൾക്കാനോ പറയാനോ മനസ്സിലാക്കാനോ ഒന്നും അല്പസമയം പോലും കഴിഞ്ഞില്ല. നമ്മൾ ഓർക്കേണ്ടത്, നരേന്ദ്രമോദിജിയെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാത പിൻപറ്റി ഒരുപാട് ഏകാധിപത്യം നിലനിർത്തുന്ന പലരും സംസ്ഥാനങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലൊരാളായിരുന്നു ജഗനും. ഏറ്റവും ഒടുവിൽ ചന്ദ്രബാബു നായിഡു എന്ന ഒരു മുൻ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ആസ്വദിച്ചു. ഇപ്പോൾ എന്തായി കഥ? കഴിഞ്ഞില്ലേ കഥ? ഇനി എങ്ങനെയാണ് പൊന്തി വരുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? ഏത് പേരിൽ കയറി വരും? പിന്നെ ചന്ദ്രശേഖര റാവു, BRSൻ്റെ നേതാവ്, ആന്ധ്ര എന്ന അവിഭക്ത സംസ്ഥാനത്തെ രണ്ടായി പിളർക്കുന്നതിൽ ഏറ്റവും കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിച്ച ആളാണ് ഈ റാവു. അദ്ദേഹത്തിൻ്റെ ആകെ ലക്ഷ്യം ഒരു മുഖ്യമന്ത്രിയാവുക എന്നത് മാത്രമായിരുന്നു. ഡൽഹിയിൽ നമ്പർ 10 ജനപത്തിൽ ഒരു ദാസ്യവേലക്കാരനെ പോലെ നിന്ന് എന്ത് പറയുന്നോ അതനുസരിക്കാമെന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായ ഒരു നഷ്ടവും സംഭവിക്കില്ലെന്ന് ഉറപ്പ് നൽകി വേണമെങ്കിൽ കോൺഗ്രസിൽ തന്നെ ലയിക്കാമെന്ന് പറഞ്ഞ്
ആ സംസ്ഥാനം രണ്ടാക്കിയ നിമിഷത്തിൽ കടുത്ത ചതിയിലൂടെ, വഞ്ചനയിലൂടെ അതെല്ലാം തള്ളിപ്പറഞ്ഞ് സ്വന്തം സംസ്ഥാനത്തിൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി എത്ര ചീഞ്ഞ കളി കളിച്ച ആളാണ് അദ്ദേഹം. ഇപ്പോൾ എവിടെയാ സ്ഥിതി? ശരീരത്തെന്തോ അപകടമൊക്കെ പറ്റി കിടപ്പിലാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മകൾ ജയിലിലാണ്. അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. നമ്മൾ ചിലപ്പോൾ ഗതിയില്ലാത്ത ചിലരെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ പറയുമല്ലോ, നീ പ്രവർത്തിച്ചത് നീ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് ഈ സാധാരണക്കാരന് മാത്രമല്ല, അങ്ങേറ്റവും ഉന്നതിയിൽ അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന ആളുകൾക്ക് പോലും അത് ബാധകമാണ്. ഈ ഇലക്ഷൻ അഹങ്കാരത്തിനും ചതിക്കുമൊക്കെ നൽകിയ വലിയ തിരിച്ചടി കൂടിയായി എന്നതാണ് ഒരു സത്യം.